നമസ്കാരം. കഴിഞ്ഞ GST കൗൺസിലിലെ ഒരു പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു സ്മോൾ ടാക്സ് പെയർ റിവേഴ്സ് ചാർജ് ബില്ല്, റെൻറ്റിന് മേലുള്ള റിവേഴ്സ് ചാർജ് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളത്. ഇത് ഒരു പരിധിവരെ വല്ലാതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചൊക്കെ നമ്മളുടെ റെഗുലർ ടാക്സ് പെയർ ആണ്. പക്ഷെ അവരുടെ ചെറിയ 1.5 കോടി 2 കോടിയൊക്കെ ടേൺ ഓവറുള്ള പലരും ഈ പേപ്പറിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് എനിക്ക് അയച്ചിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത മാസം മുതൽ അടക്കണ്ടല്ലോ, RCM നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ പലരും കഴിഞ്ഞ മാസം പറഞ്ഞിട്ടുണ്ട് ഈ GST കൗൺസിൽ നമ്മളെയൊക്കെ ഒഴിവാക്കും, അല്ല ഈ ഇതിൻ്റെ മേലുള്ള റെൻറ്റിന് മേലുള്ള RCM ഒഴിവാക്കുന്നൊക്കെ ഉദ്ദേശിച്ചവരൊക്കെ ഇപ്പം ഈ പേപ്പറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടല്ലോ എന്നുള്ളത്. ഇത് ആരെയാണ് ശരിക്കും ഒഴിവാക്കിയതെന്ന് ചോദിച്ചാൽ കോമ്പോസിഷൻ ഡീലറെ മാത്രമാണ് റെൻറ്റിൻ്റെ മേലുള്ള RCM നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. കോമ്പോസിഷൻ ഡീലർക്ക് മാത്രമേ ഈ ഒഴിവ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആരാണ് ഈ കോമ്പോസിഷൻ ഡീലർ എന്ന് ചോദിച്ചാൽ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല, ഔട്ട്പുട്ട് ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. പിന്നെയോ അവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനും പറ്റൂല. ഔട്ട്പുട്ട് ടാക്സ് കളക്ട് ചെയ്യാനും പാടില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനും അവർക്ക് പറ്റൂല. പിന്നീട് അവരുടെ ടേൺ ഓവർ ലിമിറ്റഡാണ്, 1.5 കോടിയിലധികം ആകാൻ വേണ്ടി പാടുള്ളതല്ല. ഒരു ട്രേഡറോ മാനുഫാക്ചറോ ആണെങ്കിൽ അവർക്ക് 1.5 കോടി ടേൺ ഓവർ കൂടുകയാണെങ്കിൽ അവർക്ക് ഏതിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല, കോമ്പോസിഷൻ സ്കീമിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല. അതേപോലെ തന്നെ അവർക്ക് ഔട്ട്വേർഡ് ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ അനുവദിക്കില്ല. അതായത് ഒരു കോമ്പോസിഷൻ ഡീലർ ആണെങ്കിൽ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഒരു സെയിൽ ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല എന്നർത്ഥം. ഇനി ഇൻവേർഡ് സപ്ലൈ, ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ പറ്റും, അതായത് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് കോമ്പോസിഷൻ ഡീലർ എന്ന് പറയുന്നത്. അവർക്ക് എന്ത് ചെയ്യേണ്ട, മന്ത്ലി GSTR 1 3B ഇതൊന്നും ഫയൽ ചെയ്യേണ്ട. അവർ ഫയൽ ചെയ്യേണ്ട റിട്ടേൺ CMP 08 എന്ന് പറയുന്ന ക്വാർട്ടർലി റിട്ടേൺ ആണ് അവർ ഫയൽ ചെയ്യേണ്ടത്. ഇവർക്ക് മാത്രമേ GSTയിൽ ഇപ്പം RCMൽ റെൻറ്റിന് മേലുള്ള RCM കഴിഞ്ഞ GST കൗൺസിൽ അങ്ങനെ ഒരു തീരുമാനമുണ്ടായത്. പല പേപ്പറുകളിൽ വന്ന വാർത്ത അത് മാത്രമാണ്, അല്ലാതെ ചെറിയ ടാക്സ് പെയറെ കംപ്ലീറ്റ് ഒഴിവാക്കി എന്നല്ല അതിൻ്റെ അർത്ഥം. കോമ്പോസിഷൻ ഡീലേഴ്സിനെ RCMൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ് അതിനർത്ഥം. അതിൻ്റെ ഒരു കാരണം അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല, അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി പറ്റില്ല. അതായത് ഈ RCM അടച്ചാലും അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അവർക്കത് ഇൻപുട്ട് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി പറ്റില്ല, അവർക്കത് ചിലവായിട്ട് പോവുകയാണ് ചെയ്യാം. ഇപ്പോൾ നമുക്കറിയാം അവർക്ക് ഇൻപുട്ട് ടാക്സും ചിലവാണ്. എന്തുകൊണ്ട് അവർക്ക് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി പറ്റില്ല? അതുകൊണ്ട് മറ്റുള്ള റെഗുലർ ഡീലറെ സംബന്ധിച്ച് എന്താണ്, ഇൻപുട്ട് ടാക്സ് അവരെ സംബന്ധിച്ച് ചിലവല്ല, അവർക്ക് അവരുടെ ഔട്ട്പുട്ട് ടാക്സ് എന്നത് കുറക്കാൻ വേണ്ടി പറ്റും. കോമ്പോസിഷൻ ഡീലറെ സംബന്ധിച്ച് ഇൻപുട്ട് ടാക്സും അവരുടെ ചെലവിലേക്ക് വരുന്നതാണ്, ഔട്ട്പുട്ട് ടാക്സും അവർക്ക് ചിലവാണ്. ഇപ്പോൾ 1% അവർ അടക്കണം ഗവൺമെൻറ്, അവരുടെ ടേൺ ഓവറിൻ്റെ ബേസിൽ 1% അടക്കണം. അപ്പോൾ അതും അവരുടെ ചെലവാണ്. കാരണം അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല, കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി പാടില്ല ഈ 1%. അപ്പോൾ ഈ ഔട്ട്പുട്ട് ടാക്സും അവരെ സംബന്ധിച്ച ചെലവാണ്. ഇപ്പോൾ ഈ RCMും അവർക്ക് എന്താണ്, അവർക്ക് അപ്ലിക്കബിൾ ആകുമ്പോൾ ആ RCMും കൂടി ഇവർക്ക് ചെലവാണ്. കാരണം അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ കഴിഞ്ഞ GST കൗൺസിലിൽ RCM റെൻറ്റിന് മേലുള്ള RCM ഒഴിവാക്കിയിട്ടുള്ളത് ഓൺലി ആർക്ക് മാത്രമാണ് ആ തീരുമാനം ഉണ്ടായിട്ടുള്ളത്, കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത ഡീലർക്ക് മാത്രമാണുള്ളത്. അല്ലാതെ റെഗുലർ സ്കീമിൽ ഫയൽ ചെയ്യുന്ന സ്മോൾ ടാക്സ് പെയർക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതല്ല. ഒരുപാട് നന്ദി. നിങ്ങളുടെ കൺഫ്യൂഷൻസിന് ക്ലിയർ ആയി എന്ന് കരുതുന്നു. കാരണം കുറേ വാട്സപ്പ് മെസ്സേജുകൾ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.